അള്ളാഹു ഈ സമുദായത്തെ 20 കാര്യങ്ങൾ കൊണ്ടാണ് പ്രത്യേകം ആദരിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു മുസ്ലിം സമുദായത്തെ 20 കാര്യങ്ങൾ കൊണ്ടാണ് പ്രത്യേകം ആദരിച്ചത്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ വിഷയമായ ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്ത് ഈ സമുദായത്തിന് ലഭിച്ചതാണ് അള്ളാഹു സമുദായത്തെ പ്രത്യേകം ആദരിച്ചതിൽ ഒന്ന്. ഫാത്തിഹയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ, ഓളെന്ന ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആക്കണം. അപ്പോഴും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് തത്സമയം കിട്ടുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ, താങ്കൾക്ക് നാം ആവർത്തിച്ചോതുന്ന 7 മഹത്തായ ഖുർആനും നാം തന്നു. ഇതിൽ പറഞ്ഞ ആവർത്തിച്ചോതുന്ന 7 കൊണ്ട് ഉദ്ദേശം ഫാത്തിഹയാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ഖുർആൻ്റെ മാതാവ് ആവർത്തിച്ചോതുന്ന 7 സൂക്തങ്ങളും മഹത്തായ ഖുർആനുമാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആവർത്തിച്ചോതുന്ന 7 സൂക്തങ്ങൾ ഫാത്തിഹയാണ്. ഖുർആൻ എന്ന് പറഞ്ഞതിൽ മുഴുവൻ ഖുർആനും പെടും. ഫാത്തിഹ 7 ആയത്താണ്. 7 വിഭാഗക്കാർ അത് മുറുകെ പിടിക്കുന്നതായി കാണാം. ഒന്ന് ഹാമിദുകൾ, ഇവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ മുറുകെ പിടിച്ചു. 2 റാജിയങ്ങൾ, ഇവർ അർറഹ്മാനുർ റഹീം എന്ന ആയത്ത് മുറുകെ പിടിച്ചു. 3 ഭയഭക്തർ, ഇവർ മാലിക് യൗമിദ്ദീൻ എന്നതിൽ മുറുകെ പിടിച്ചു. 4 ആബിദുകൾ, ഇവർ ഇയ്യാക നഅ്ബുദുവിൽ മുറുകെ പിടിച്ചു. 5 തവക്കലുകാർ, ഇവർ വഇയ്യാക നസ്തഈനിൽ മുറുകെ പിടിച്ചു. 6 ഇസ്തിഖാമത്തുകാർ, ഇവർ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിൽ മുറുകെ പിടിച്ചു. 7 മുഹിബ്ബുകൾ, ഇവർ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മുതൽ ഒടുവരെയുള്ളതിൽ മുറുകെ പിടിച്ചു. അള്ളാഹു ഈ ഓരോ വിഭാഗത്തെയും ഓരോ തരത്തിൽ ആദരിച്ചു. ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് തഫ്സീറുൽ ഫാത്തിഹയിൽ എടുത്ത് ഉദ്ധരിക്കുന്നതായി കാണാം, നീ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ചേർത്ത് ഓതുക, ബിസ്മി ഒറ്റ ശ്വാസത്തിൽ നിർത്താതെ ഓതുക. ഞാനിതാ അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ട് പറയുന്നു, എനിക്ക് ഇത് ഉപദേശിച്ചു തന്നത് ഷെയ്ഖ് അബൂബക്കർ അൽ ഹർവി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിനും ഇത് ഉപദേശിച്ചു കൊടുത്തത് ഗുരു ഷെയ്ഖ് മുഹമ്മദ് ഷാസി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ മഹാനവറുകൾ പറയുന്നു, അവിടുന്ന് തൻ്റെ പരമ്പര ചെന്നെത്തുന്നത് തൻ്റെ ഗുരു ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിലും, അവിടുത്തെ ഗുരു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിലും, അവിടുത്തെ ഗുരു മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും, അവിടുത്തെ ഗുരു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളിലും, തൻ്റെ ഗുരു മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലും, തൻ്റെ ഗുരു ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലും ചെന്നു ചേരുന്നു. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, എൻ്റെ മഹത്വ പ്രതാപങ്ങളാണ്, എൻ്റെ ഔദാര്യമാണ് സത്യം. വല്ലവനും ബിസ്മിയെ ഫാത്തിഹയോട് ചേർത്ത് ഒരിക്കലെങ്കിലും ചൊല്ലിയാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തു, അയാളുടെ സകല പുണ്യങ്ങളും ഞാൻ സ്വീകരിച്ചു, സകല പാപങ്ങളും മാപ്പാക്കുകയും ചെയ്തു. ആ നാവ് ഞാൻ നരകാഗ്നി കൊണ്ട് കരിക്കുകയില്ല. ഖബറിലെയും നരകത്തിലെയും പുനരുത്ഥാനത്തിലെയും ഒരു ശിക്ഷയും അയാളെ ബാധിക്കുകയില്ല. മഹാദുഃഖം അയാൾ അനുഭവിക്കേണ്ടി വരില്ല. നബിമാരും ഔലിയാക്കളുമൊക്കെ എന്നെ കണ്ടെത്തും മുമ്പ് അയാൾ എന്നെ കണ്ടെത്തും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, ഫാത്തിഹ തന്നെ മതി ഖുർആൻ മുഴുവനും ഓതിയ കൂലി കിട്ടാൻ. ഫാത്തിഹയെ തുലാസിൻ്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ബാക്കി ഖുർആനും വെച്ചാൽ ഫാത്തിഹയുടെ തട്ടിൽ 7 ഇരട്ടി കനം തൂങ്ങും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും ഫാത്തിഹ ഓതിയാൽ അയാൾ തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും ഇദ്രീസ് നബിയുടെ ഏടുകളും ഇബ്രാഹിം നബിയുടെ ഏടുകളും 7 ആവർത്തി ഓതിയ ഫലമായി അയാൾക്ക് ഓരോ അക്ഷരത്തിലും സ്വർഗ്ഗത്തിൽ ഓരോ പദവി ലഭിക്കും. ഓരോ പദവിയുടെയും വലിപ്പം ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നീ നിസ്കാരത്തിൽ ഓതാറുള്ളത് എങ്ങനെയാണ്? അദ്ദേഹം ഫാത്തിഹ ഓതി കേൾപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും ഇതിന് തുല്യമായ വേറെ അധ്യായമില്ല. ഇത് ആവർത്തിച്ചോതുന്ന 7 സൂക്തങ്ങളും മഹത്തായ ഖുർആനുമാകുന്നു. മെഹ്റാജിൻ്റെ രാവിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ മുഹമ്മദ്, താങ്കൾ പ്രവാചകന്മാർക്ക് ഒരു പ്രസംഗം ചെയ്തു കൊടുക്കുക, അതിൽ ഫാത്തിഹ ഓതുക, അൽ ബഖറയുടെ അവസാന സൂക്തങ്ങൾ. അവ രണ്ടും അർശിൻ്റെ ഖജാനയിലെ നിധികളിൽപ്പെട്ടതാണ്. താങ്കൾക്ക് മുമ്പ് മറ്റാർക്കും അത് ലഭിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം, നീ ഫാത്തിഹയും ഇഖ്ലാസും ഓതിയാൽ മരണമല്ലാത്ത സകലത്തിൽ നിന്നും നീ സുരക്ഷിതനായി. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിഹ അവതരിച്ചത് മക്കയിലാണ്. അർശിന് താഴെയുള്ള നിക്ഷേപത്തിൽ നിന്നാണ് അത് അവതരിച്ചത്. ഒരു റിപ്പോർട്ടിൽ കാണാം, സുബഹി നിസ്കാരത്തിനും അതിൻ്റെ സുന്നത്ത് നിസ്കാരത്തിനും ഇടയിൽ ബിസ്മിയോടുകൂടി ഫാത്തിഹ 41 വട്ടം ഓതിയാൽ, അത് പതിവാക്കിയാൽ അയാൾ ഉദ്ദേശിച്ച പദവിയിൽ എത്തിച്ചേരും. അയാൾ ദരിദ്രനെങ്കിൽ സമ്പന്നനാകും, കടക്കാരനെങ്കിൽ കടം വീടും, രോഗിയെങ്കിൽ ഉടനെ സുഖപ്പെടും, ദുർബലനെങ്കിൽ ശക്തനാകും, അവഗണിക്കപ്പെട്ടവനാണെങ്കിൽ പ്രതാപിയാകും. അയാൾക്ക് തുല്യരായ പ്രതാപികൾ ദുർലഭമാകും. ഉപരിലോകത്തും അധോലോകത്തും അയാൾ ആദരണീയനാകും. അയാളുടെ വാക്കുകളും കർമ്മങ്ങളും വിലപ്പെട്ടതാകും. അയാളെ അനുസരിക്കാത്തവരുണ്ടാവില്ല. എല്ലാവരുടെയും അംഗീകാരവും സ്നേഹവും അയാൾ പിടിച്ചുപറ്റും. അയാൾ അത് ഓതൽ പതിവാക്കുന്ന കാലത്തോളം അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിലും കാവല്യമായിരിക്കും അയാൾ. ഇമാം ബൂനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ശംസുൽ മആരിഫിൽ പറയുന്നു, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ഫാത്തിഹക്ക് അനേകം പ്രത്യേകതകളുണ്ട്, അത്ഭുതകരമായ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലവനും ശയ്യയിലെത്തി ഫാത്തിഹായി 3 ഖുൽ ഹുവല്ലാഹു അഹദും മുഅവ്വദതൈനിയും ഓതുകയാണെങ്കിൽ മരണമല്ലാത്ത സകലത്തിൽ നിന്നും അയാൾ നിർഭയനായിരിക്കും.
ഒരു റിപ്പോർട്ടിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളെ ലക്ഷ്യം വിജയിപ്പിക്കാൻ ഉതകുന്നതാണ്. ഫാത്തിഹ വല്ലവനും 7 ദിവസം 50 വട്ടം വീതം ഒളുവോട് ഓതി ശുദ്ധജലത്തിൽ ഊതുകയും അത് കുടിക്കുകയും ചെയ്താൽ അയാൾക്ക് അള്ളാഹു ഇൽമും ഹിക്മത്തും നൽകും. അയാളുടെ ഖൽബ് ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും ശുദ്ധമാകും. അയാൾ ഒരു ബുദ്ധിമാനായി മാറും. കേട്ടതൊന്നും മറക്കുകയില്ല ഒരിക്കലും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകാനും ആഹാരം വിശാലമാകാനും മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ബിസ്മിയോടുകൂടി ഫാത്തിഹ 70 വട്ടം ഓതുക. പിറ്റേന്ന് തിങ്കളാഴ്ച 60 വട്ടവും, ചൊവ്വാഴ്ച 50, ബുധനാഴ്ച 40, വ്യാഴാഴ്ച 30, വെള്ളിയാഴ്ച 20, ശനിയാഴ്ച 10 ഓതുക. ഇങ്ങനെ എല്ലാ മാസങ്ങളിലും ആദ്യത്തെ ആഴ്ച ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുകയും ആഹാരം വിശാലമാകുകയും ചെയ്യും. പാതിരാക്ക് നിത്യവും 41 ഫാത്തിഹ ഓതൽ പതിവാക്കിയാൽ ആഹാരം വിശാലമാവുകയും എല്ലാ വിഷമങ്ങളും നീങ്ങി തുറസും അഭിവൃദ്ധിയും ക്ഷേമവും ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണാം. വേറൊരു റിപ്പോർട്ടിൽ കാണാം, എന്തെങ്കിലും നേട്ടന്മാർക്കെങ്കിലും കൈവരാനോ ആപത്ത് തടുക്കാനോ ഉദ്ദേശിച്ചാൽ ഫാത്തിഹ അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണത്തോളം ഓതുക. അല്ലെങ്കിൽ അംബിയ മുർസലുകളുടെ എണ്ണത്തോളമോ അതുമല്ലെങ്കിൽ 1000 എണ്ണമോ ഓതുക. 3, 5, 7 ദിവസം കൊണ്ട് ഇത് തുടരുക. ഉദ്ദേശം സഫലമായി കിട്ടും. ഒലോടുകൂടി കിബ്ലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് വേണം ഓതേണ്ടത്. ഓതി തീരും മുമ്പ് സംസാരിക്കാനും പാടില്ല. ഫാത്തിഹയുടെ മറ്റൊരു പ്രത്യേകത, ശുദ്ധമായ പാത്രത്തിൽ ഫാത്തിഹ എഴുതുക. ശുദ്ധജലം കൊണ്ട് അത് മായ്ച്ച് അതുകൊണ്ട് രോഗിയുടെ മുഖം കഴുകുക. സുഖപ്പെടും. ഈ വെള്ളം കുടിച്ചാൽ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾ മാറുമെന്ന് കാണാം. സംശയങ്ങളും ഭയാശങ്കകളും അകലും. മനോവേദന മാറുകയും ചെയ്യും. ഫാത്തിഹയെ കുങ്കുമവും പനനീരും കൊണ്ട് എഴുതി പനീര് കൊണ്ട് മായ്ച്ച് ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്ക് കുടിപ്പിച്ചാൽ ബുദ്ധി ഉണ്ടാകും. മറവി നീങ്ങും. കേൾക്കുന്നതെല്ലാം ഹൃദയസ്ഥമാകും. 7 ദിവസം തുടർച്ചയായി ഇത് കുടിപ്പിച്ചാൽ ഇതെല്ലാം ശരിയായി കിട്ടും. ഫാത്തിഹ ശുദ്ധമായ പാത്രത്തിൽ എഴുതി പനനീരിൽ കൊണ്ട് മായിച്ച് വേദനയുള്ള ചെവിയിലെത്തിച്ചാൽ ഉടനെ സുഖപ്പെടുമെന്ന് കാണാം. പിന്നീട് വേദന അവനുണ്ടാവുകയില്ല. ഫാത്തിഹ പാത്രത്തിൽ എഴുതി എണ്ണ കൊണ്ട് മായ്ക്കുക. ആ എണ്ണയിൽ 70 ഫാത്തിഹ മന്ത്രിച്ചിരിക്കണം. അത് പുരട്ടിയാൽ വായുക്ഷോഭം, പക്ഷപാതം, ഊരവായു, മുഖക്കോട്ടുവാദം, മുതുകുവേദന തുടങ്ങിയ സുഖപ്പെടും. ഫാത്തിഹയുടെ പ്രയോജനങ്ങൾ പറഞ്ഞാൽ അവസാനമില്ല. ഇബ്നുൽ ഖയ്യിം തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഏതു രോഗത്തിനും ഔഷധമുണ്ട്. എന്നാൽ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അതിന് നല്ല ഫലവും കാണാറുണ്ട്. ഞാൻ കുറച്ചു കാലം മക്കയിൽ താമസിച്ചു. അവിടെ വെച്ച് ചില രോഗങ്ങളുണ്ടായപ്പോൾ വൈദ്യന്മാരുടെ സേവനമൊന്നും ലഭിച്ചില്ല. ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. അത്ഭുതകരമായ ഫലമാണ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. ഭൂരിപക്ഷം പേർക്കും ഫലപ്രദമായി കണ്ടു. അവർക്കൊക്കെ പെട്ടെന്ന് സുഖപ്പെട്ടു. ഫാത്തിഹ എഴുതി കുടിക്കുന്നത് കൊണ്ടും കെട്ടുന്നത് കൊണ്ടും ജനങ്ങൾക്ക് വളരെയധികം ഫലം അനുഭവപ്പെടുന്നു. രോഗങ്ങൾ സുഖപ്പെടാനും വേദനകളും ദുരിതങ്ങളും ഇല്ലാതാകാനും ഫാത്തിഹ പലതരത്തിൽ പ്രയോജനപ്പെടുന്നു. സ്വഹീഹായ ഹദീസുകളും ചര്യകളും ഇതിന് തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹ എല്ലാ രോഗത്തിനും ഔഷധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എല്ലാത്തിനും ഉണ്ടാകും അടിത്തറ. ഖുർആൻ്റെ അടിത്തറ ഫാത്തിഹയാകുന്നു. ഫാത്തിഹയുടെ അടിത്തറ ബിസ്മിയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വല്ലവനും വല്ല ഉദ്ദേശവും സാധിക്കാനുണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കും മുമ്പ് 40 ഫാത്തിഹ ഓതണം. ഓതിത്തീർന്നല്ലാതെ എഴുന്നേൽക്കരുത്. ഓതിക്കഴിഞ്ഞാൽ ഉദ്ദേശം അള്ളാഹുവോട് പറയുക നിറവേറും. ദുർറത്തിൻ്റെ കർത്താവ് അക്ഷരങ്ങളെക്കുറിച്ചും കളങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയിൽ പറയുന്നു, വല്ലവനും ഫാത്തിഹ 7 വട്ടം ഓരോ നിസ്കാരശേഷവും ഓതിയാൽ അയാൾ അത് തുടരുന്ന കാലത്തോളം അള്ളാഹു അയാൾക്ക് വിജയ കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഭൗതികവും ആധ്യാത്മികവുമായ അയാളുടെ മുറാദുകളെല്ലാം അള്ളാഹു സാധിച്ചു കൊടുക്കും. ഫാത്തിഹ 7 വട്ടം ഓതി ഒരു പഞ്ഞിയിന്മേൽ ഊതിയ ശേഷം അത് മുറിവിന്മേൽ വച്ചാൽ വേഗം സുഖപ്പെടും. ഓരോ ഫർള് നിസ്കാര ശേഷവും ഫാത്തിഹ 20 വട്ടം വീതം ഓതുക. ഒരു ദിവസം 5 ഫർള് നിസ്കാരത്തിലും അതിനുശേഷം 20 വട്ടം വീതം ഓതുക. അപ്പോൾ ദിവസം ആകെ 100 എണ്ണമാകും. അത് തുടർന്നാൽ അള്ളാഹു അയാൾക്ക് ഭക്ഷണം വിശാലമാക്കും. അയാളുടെ സ്ഥിതി മെച്ചപ്പെടുകയും അയാളുടെ ഉള്ളിൽ തേജോമയമാവുകയും ചെയ്യും. കാര്യങ്ങളെന്തും സാധിക്കും. ദുഃഖങ്ങൾ അകലും. ആപത്ത് നീങ്ങും. ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങളും അംഗീകാരവും അയാൾക്ക് ലഭിക്കും. നേതൃത്വവും അധികാരവും കിട്ടും. ബർക്കത്തിറങ്ങും. ആഗ്രഹങ്ങൾ സഫലമാകും. തുടക്കക്കാർക്കും ഒടുക്കക്കാർക്കുമൊക്കെ ഫലപ്പെടുന്ന രഹസ്യങ്ങളുടെ ഭണ്ഡാരമാണിത്. തേജസ്സുകളുടെ കേദാരവും. ഇത് ദീനിനും സത്യത്തിനും പ്രയോജനപ്രദമാണ്. നല്ലതിന് തൗഫീഖ്, അള്ളാഹുവിൻ്റെ സഹായം, വിജയം, അനുസരണം, സ്നേഹം, കാരുണ്യം, സുരക്ഷിതത്വം, നിർഭയത്വം, സ്വയം പര്യാപ്തത, ആധിപത്യം, ജ്ഞാനം, വിശാലത, സന്തോഷം, അഭിവൃദ്ധി, ജീവിത സൗഖ്യം, വീടിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സുരക്ഷിതത്വം, വൃദ്ധന്മാരുടെയും ആശ്രിതരുടെയും സൗഖ്യം, പരോക്ഷ ജ്ഞാനലബ്ധി, ഹിക്മത്ത് ലഭിക്കൽ, ബ്രഹ്മപ്പൊരുൾ ആർജിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് സാധിക്കുന്നു. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആർജിക്കാനും ഇത് മാത്രം മതി. എന്ത് ചോദിച്ചാലും അവന് അള്ളാഹു നൽകും. പക്ഷേ പതിവായി ചെയ്യുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ.
ഒരാൾ ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ അയാൾ 41 ഫാത്തിഹ വീതം നിത്യേന സുബഹി നിസ്കാരത്തിനും അതിൻ്റെ സുന്നത്ത് നിസ്കാരത്തിനും ഇടയിൽ ഓതണം. ഇത് 40 ദിവസം തുടരുക, ഭംഗമൊന്നും വരരുത്. അപ്പോൾ അയാൾക്ക് അള്ളാഹു ആ സ്ഥാനം തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനം പകരം നൽകും. മക്കളില്ലാത്തവർക്ക് ഭാര്യവന്തിയാണെങ്കിലും ഇതുമൂലം സ്വാലിഹായ സന്താനമുണ്ടാകും. എല്ലാത്തരം വേദനകളും ഇതുകൊണ്ട് സുഖപ്പെടും. വിശിഷ്യ നേത്രരോഗങ്ങൾ നിയ്യത്ത് നന്നാവണം, വിശ്വാസമുണ്ടായിരിക്കണം. ഫാത്തിഹയുടെ ഈ രഹസ്യം അനുഭവിച്ചറിയാൻ പ്രത്യേക തൗഫീഖുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇമാമുൽ ഹക്കീമിൻ്റെ അസ്റാറുൽ ഫാത്തിഹയിൽ കാര്യമെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ ക്രമത്തിൽ ഫാത്തിഹ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.